ഹലോ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഡൂഡ്ലിസ്റ്റിക്കിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻട്രോ. എന്തായാലും കിടക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക അച്ചാറാണ് കേട്ടോ. ചാമ്പയ്ക്ക നല്ല ഫ്രഷ് ചാമ്പയ്ക്ക കിട്ടി കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷ് വാട്ടറിൽ നന്നായി ഒന്ന് കഴുകുക. ഉള്ളിലൊരു ചെറിയ നാര് പോലെ ഉണ്ടാവും. അതൊന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഫ്രഷ് വാട്ടറിൽ ആദ്യം കഴുകുന്നത്. നല്ല മധുരമുള്ള നല്ല പുളിപ്പുള്ള ചാമ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ചാറിട്ടാലും അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വില്ലനുണ്ട്. ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാം. അതുകൊണ്ട് നന്നായി പൊളിച്ച് നല്ല ഫ്രഷ് ആണോ എന്ന് ആദ്യം നോക്കുക. നല്ല രീതിക്ക് 4 പൊളിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ അതിന് ശേഷം പൊളിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഫ്രഷായിട്ട് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നന്നായി ഉപ്പിട്ട് കഴുകിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാരണം ഇതിന് ചെറുതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. ചാമ്പയ്ക്കയിൽ പെട്ടെന്ന് ഉപ്പ് അബ്സോർബ് ചെയ്യണതാണല്ലോ. അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ, കത്തിയൊന്നും വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ പിച്ചിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാൽ എണ്ണയിൽ വഴണ്ട് വരുമ്പോൾ ഇത് തീരെ ഇല്ലാതാവും. കടിക്കാൻ പോലും തീരെ കിട്ടാതെ ആവും. അതുകൊണ്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് ഉപ്പിൽ സോക്ക് ചെയ്ത് വെച്ചു. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തവരാണെന്നുവെച്ചെങ്കിൽ അതിൻ്റെ പാകത്തിന് എടുത്താൽ മതി. ഒരു സ്മെല്ലിന് മാത്രം എടുത്താൽ മതി. പക്ഷേ എനിക്ക് വെളുത്തുള്ളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി അതിലത്തെ അളവുകളൊന്നും കൃത്യമായിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചാമ്പയ്ക്ക എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മളൊരു പാൻ വെച്ച്, പാൻ നന്നായി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കിംഗ് ഓയിലായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അച്ചാറൊക്കെ ഇടുമ്പോൾ ചിലർ നല്ലെണ്ണ യൂസ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്കേനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഇങ്ങനെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫ്റ്റി നോക്കിയിട്ട് ഇടുക. ഞാൻ ആദ്യം കുറച്ച് ഇട്ട് നോക്കിയപ്പോൾ നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. എല്ലാതും കൂടി ഇട്ട് നന്നായി വഴറ്റി. ഇതിലിപ്പോൾ ചെറുതായി ഒന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷെ നന്നായി വഴറ്റിയെടുക്കണം. എന്നാലേ അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കറിവേപ്പിലയാണ് ഇടുന്നത്. കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് അതിന് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്ക് നമുക്കതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ചെറിയ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും പിന്നെ കായം പൊടിയാണ് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാനിവിടെ യൂസ് ചെയ്യണില്ല. വെറുതെ മുളക് പൊടിയും കായം പൊടിയും മാത്രമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാൻ നന്നായിട്ട് ചൂടായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും കായം പൊടിയും ചേർത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ആ പാകം വരുമ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ചാമ്പയ്ക്കയുടെ കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാമ്പയ്ക്കയിൽ എല്ലാം ഒന്ന് സെറ്റായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അത് കാരണം നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചാമ്പയ്ക്കയിൽ നന്നായി വെള്ളമുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളി അച്ചാറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ചപ്പാത്തിയും പിക്കിളും നല്ല കോമ്പിനേഷനാണ് വെച്ചെങ്കിലും ചോറിൻ്റെ ഒപ്പം അത് കഴിക്കണ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ചോറെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിലൂടെ വെച്ചിട്ടുണ്ട്. ചൂട് ചോറും നല്ല അടിപൊളി ചൂടച്ചാറും കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് ഞങ്ങളൊരു പിടിക്കണം. എന്താ ഒരു രസം. അപ്പോൾ ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം തന്നെ വായിൽ കപ്പലോടുന്ന ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തറിയാൻ പറ്റും. അപ്പം ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലെടുക്കുന്ന വെളുത്തുള്ളിക്ക് വരെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.